അങ്ങനെ നമുക്ക് ഇന്നും ഒരു ചെടി നടാം. കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു ചെടി നട്ടാലോ. ചെടികൾ കുറേയൊക്കെ താഴെയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയൊക്കെ ഒന്ന് നടണം. അതിനുവേണ്ടിയാണെങ്കിൽ കുറച്ച് മണ്ണെടുക്കുക. ഇതാണെങ്കിൽ നമ്മൾ തൂത്ത് കൂട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ അത് മാത്രമല്ല, അവിടെയാണ് നമ്മൾ തീ കത്തിക്കാറും ഒക്കെ ഉള്ളത്. വേസ്റ്റൊക്കെ ഇട്ട് പ്ലാസ്റ്റിക് അങ്ങനെ ഇവിടിട്ട് കത്തിക്കാറില്ല. എന്നാലും ചിലതൊക്കെ അല്ലാതെ നമ്മൾ തൂത്ത് വരുമ്പോഴൊക്കെ വരുന്നതൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആകുമ്പോഴത്തേക്ക് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും കിട്ടാറ്. പിന്നെ നമുക്ക് കുറച്ച് ചകിരിച്ചോറ് എടുക്കാം. ചകിരിച്ചോറാണെങ്കിൽ ഞാൻ പറഞ്ഞാലും മുമ്പെടുത്തൊരു വീഡിയോയ്ക്കകത്ത് നമ്മളിങ്ങനെ അച്ഛനാണെങ്കിൽ ഇവിടെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛന് കൃഷിക്കും അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കൂടെ അച്ഛൻ ഇങ്ങനെ കുറച്ച് ചകിരിച്ചോറ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മണ്ണും കൂടെയൊക്കെ മിക്സ് ചെയ്ത് നമുക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇന്നാണെങ്കിൽ നമ്മുടെ ഇലമുളച്ചി എന്ന് പറഞ്ഞ ചെടിയുണ്ടല്ലോ, അതാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഞാൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം കിളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെടിച്ചട്ടിയിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. താഴെ നിന്ന് കിളിച്ചപ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറേ ഇലകളിൽ നിന്നൊക്കെ തന്നെ കുറേയൊക്കെ പൊട്ടി കിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ മണ്ണാണെങ്കിൽ ഇളക്കാതെ തന്നെ ചെടിയെടുത്ത് വേരൊന്നും പൊട്ടാതെ തന്നെ താഴേന്ന് കുഴിച്ചെടുത്ത് ഒരുപാട് കട്ടിയുള്ള മണ്ണൊന്നുമല്ല, അതുകൊണ്ട് നമുക്ക് നല്ല കുഴിച്ചെടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുഴിച്ചൊക്കെ എടുത്തിട്ട് ആ ചെടിച്ചട്ടി ചെറിയൊരു കുഴി പോലെയൊക്കെ ആക്കി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അത് ആ ഇലക്കകത്താണെങ്കിൽ നമ്മൾ മുളച്ച് വന്ന് നിൽപ്പുണ്ട്. അത് ഞാനെടുത്ത് താഴോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിളിച്ച് വരുമ്പോൾ ഭംഗിയായിരിക്കുമല്ലോ. മുറ്റമൊക്കെ ഒരുപാട് പുല്ല് കയറി കിടക്കും കേട്ടോ. ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം.